സൂപ്പർ. എടോ ഇപ്പോൾ കൂടി ഞാൻ ഊണ് കഴിച്ചിട്ട് വരുന്നേ നമ്മുടെ റോഹിത്തിൻ്റെ വീട്ടിൽ നിന്നാ. പുള്ളിയെ വെച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമ ഉണ്ടെങ്കിൽ പറ. ഇത് അടുത്ത മാസം തനിക്ക് സിനിമ തുടങ്ങും. ചേട്ടാ, ചേട്ടനും രോഹിത്തും തമ്മിലുള്ള റിലേഷൻ എനിക്ക് മനസ്സിലായി. ആ, പക്ഷേ ഈ കഥ കൂടുതൽ ചേരുന്ന നിതിനാണ്. സൂപ്പർ. തനിക്കപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് ഈ പടം ചെയ്താൽ മതിയോ? പോരാ. എന്നാ താൻ നിതിൻ്റെ കാര്യം മറന്നേക്ക് മോനെ. ആ യെസ് സാർ. ആ വെള്ളയും കറുപ്പ് നിറയുള്ള കേക്കില്ലേ? വൈറ്റ് ഫോറസ്റ്റ് ആണ് സാർ. ആ അത് തന്നെ, അത് വരണം. ഓക്കെ സാർ. ഓക്കെ. ദീപനൊന്നും വേണ്ടേ? ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്കൊരു വീടൊക്കെ ഉണ്ട്. ആഹാ സൂപ്പർ. വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം എന്ന് പറയായിരുന്നു. ആ അങ്ങനെ. എടോ തൻ്റെ കാര്യത്തിലേ എനിക്ക് നല്ല വിഷമമുണ്ട്. താൻ എത്ര നാളെ എങ്ങനെ നടക്കണു? തന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഓ അല്ല, തനിക്ക് ഇതല്ലാതെ വേറെന്താ പരിപാടി? ഇതല്ലാതെ കുറച്ച് കൃഷിയുണ്ട് ഫാമിലി ആയിട്ട്. ആഹാ സാർ. അല്ല, എന്നിട്ടാണോ താൻ ഇവിടെ ഇങ്ങനെ വന്നിരിക്കണേ? എടോ സിനിമ എന്ന് പറഞ്ഞാലേ പ്രാന്ത് പിടിച്ചൊരു പരിപാടിയാണ്. ആ പ്രാന്ത് തന്നെയാണ് ഇവിടെ വരെ എത്തിച്ചത്. ഓ സാർ, ഒരുപക്ഷെ സാറ് വിചാരിച്ച നിതിനുമായിട്ടൊരു മീറ്റിംഗ് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്ത് തരാൻ പറ്റില്ലേ? എടോ ഈ നിതിൻ തോമസ് എന്ന് പറയുന്ന ആളെ ഒരു 10-15 സിനിമ സൈൻ ചെയ്തിട്ടിരിക്കുന്ന ആളാണ്. അങ്ങനത്തെ ഒരാളെ പോയി കണ്ടിട്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? സാർ വേറൊരു സബ്ജക്റ്റ് ഉണ്ടോ ആലോചിക്ക്. തിന്നാനായിട്ടൊരു ജന്മം. ബില്ല്. സൂപ്പർ. എൻ്റെ പൊന്നു മോനെ, നിന്നോട് പറഞ്ഞിട്ടുള്ളടാ എൻ്റെ കൂടെ ആരെങ്കിലും വന്നാൽ അവർ പോകുന്നതിന് മുമ്പ് ബില്ല് കൊണ്ട് തരണമെന്ന്. അതിന് എനിക്കവിടെ വേറെ പരിപാടിയില്ലേ? എടാ, പകുതി കേക്ക് തരാനല്ലേ പറഞ്ഞത്? ആ, എന്നിട്ട് വേണം പ്രീ ചേച്ചി എന്നെ പകുതിയാക്കാൻ. ഇവിടെ പകുതി പരിപാടിയൊന്നും ഇല്ല കേട്ടാ. നിതിൻ തോമസേ, ഒന്ന് പ്രത്യക്ഷപ്പെട്ടൂടെ? അപ്പോൾ ഈ ഇതേപോലത്തെ ഒരു ഇവന്റ് ആയിരുന്നു ലാസ്റ്റ് മൊമെന്റിൽ ചേഞ്ചസ് വരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടാക്കണോ സാർ? അല്ല, ഐ മീൻ ലാസ്റ്റ് മൊമെന്റ് ചേഞ്ച് വരുമെങ്കിൽ പ്ലാൻ ഫൈനലൈസ് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വേണ്ടല്ലേ? ഞാൻ തനിക്കിപ്പോൾ ഒരു മെയിൽ അയക്കാം. സെലിബ്രിറ്റീസിന്റെ നമ്പേഴ്സാണ്. ഇവന്റിന്റെ ആവശ്യത്തിനുള്ളതാണ്, തനിക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ളതല്ല. അപ്പൊ ഇവന്റിന് ഫ്രീ ആയിട്ടുള്ള ഈ സെലിബ്രിറ്റി ആണെന്ന് വെച്ചാൽ അവരെ ബ്ലോക്ക് ചെയ്തു. ഒരാഴ്ച സമയമുള്ളൂ. ഓക്കെ ഓക്കെ സാർ. അയച്ചിട്ടുണ്ട്. കിട്ടി സാർ. താങ്ക് യു സാർ. യു ക്യാൻ ഗോ. താങ്ക് യു സാർ. ഞാനാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഹാൻഡിൽ ചെയ്യണേ. സാർ നോക്കിയില്ലേ? ഞാൻ നോക്കി. നമുക്ക് ഫ്രണ്ട് റോന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇൻ കേസ് ആരെങ്കിലും വരാൻ വൈകോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യരുത്. സെലിബ്രിറ്റീസ് ആണ്, അവരെപ്പോൾ വരും നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. ഓക്കെ ഓക്കെ സാർ. ഹലോ അജന്റോ? വായ് അപ്പൊ നേരത്തെ വെച്ചാ മേലോ താനൊക്കെ എന്നോടോ നന്നാവണേ. തൻ്റെ സോറി എല്ലാം കൂടി ഒരു കുപ്പിലിട്ട് അടച്ചിട്ട് മാസാവസാനം കൊണ്ടുവന്ന എനിക്ക് ഫോൺ വെക്കണോ? എന്ത് പറ്റി സാർ? സെലിബ്രിറ്റീസ് നമ്പർ കളക്ട് ചെയ്യാൻ പറഞ്ഞത് ജിൻഡോൻ്റെ അടുത്താണ്. ഇപ്പം പറഞ്ഞതേ നമ്പേഴ്സ് എല്ലാം മിക്സപ്പ് ആയിട്ടുണ്ടെന്ന്. നസ്രി വിളിച്ച നിവിനെ കിട്ടും, നിവിനെ വിളിച്ച ഫഹദിനെ കിട്ടുന്നു. അടിപൊളി. നോക്കട്ടെ, കൊള്ളാല്ലേ? ഇത് വെഡിങ് ഇൻവിറ്റേഷൻ വീഡിയോ ആണോ? ശരിക്കും കണ്ടൊരു സിനിമ പോലെ ഇല്ലേ? ആ, ഇതെന്താ യൂട്യൂബിലാ? ഇത് നമ്മുടെ ഒരു പയ്യൻ ചെയ്തതാ. മീനു ഇല്ലേ, നമ്മുടെ മീനാക്ഷി, അവളുടെ ബോയ് ഫ്രണ്ട് അഭി. പുള്ളിക്കാരൻ ഇതാ പണി? ഇത് മാത്രമൊന്നല്ല, കുറെ പണിയുണ്ട്. പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ ID ഉണ്ടോ? നിനക്ക് വായട്ടുള്ളിൽ പല്ലും പുഴവും വേണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്നു ജോലി ചെയ്തോട്ടാ. കേറി കേറി അവള് പോവാണ് അങ്ങോട്ട്. നീ അവ പുതിയതായിട്ട് ചെയ്ത സേവ് ദ ഡേറ്റ് വീഡിയോ കണ്ടാ? ഇല്ല. ആ കാണു കാണു, ഹെഡ്സെറ്റ് വെച്ച് കാണു. മ്യൂസിക് ഒക്കെ അടിപൊളിയാ മോളെ. അതെയാ? കാണു. ഹലോ. ഹലോ, ഇത് സന്ധ്യ മേനോൻ മാമിന്റെ നമ്പർ അല്ലേ? ഹലോ. ഹലോ. ഹായ്, ഇത് സന്ധ്യ മാമിന്റെ നമ്പർ അല്ലേ? എനിക്ക് മാമിനെ ഒന്ന് കിട്ടുമോ? മാമിന്റെ ശബ്ദം ഇങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അല്ല
സോറി മാം അല്ലാന്ന് മനസ്സിലായി. മാമിൻ്റെ മാനേജറാണോ? അല്ല, മാമിൻ്റെ അച്ഛനാണ്. അയ്യോ സോറി അങ്കിൾ. അങ്കിൾ ഒന്ന് മോൾക്ക് ഫോൺ കൊടുക്കോ? ആരാടി നീ? കുറെ നേരം ഇങ്ങനെ ഓരോന്ന് വിളിച്ച് മനുഷ്യനെ വട്ടാക്കുന്നു. ക്ഷമിക്കുന്നതിന് പരിധിയുണ്ട്. ഈ പത്രക്കാർ തെണ്ടികൾ ഇങ്ങനെ ഓരോ വാർത്തകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇതുകൊണ്ട് ആരുടെ മനസ്സമാധാനം പോകുന്ന അവർക്കറിയണ്ടല്ലോ. മൈൻഡ് യുവർ വേർഡ്സ്. ഇങ്ങോട്ട് വിളിച്ച് പന്നത്തരം പറഞ്ഞിട്ട് നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നോ? സത്യം പറയടാ, നീ ആരാണ്? നീയൊക്കെ ഇപ്പൊ ശബ്ദം മാറ്റി വിളിച്ചു തുടങ്ങിയല്ലേ? നിന്റെ നമ്പർ എന്റെ കൈ കിട്ടിയിട്ടുണ്ട്. നീ എവിടെയാണെങ്കിലും അവിടെ വന്ന് നിന്നെ പൊക്കിയിരിക്കും. ഈ ജീവൻ ആരാണെന്ന് നീ അറിയും. ജീവന. ഹലോ ഹലോ. മൈ ഗോഡ്. ഡി അവി തകർത്തൂലേ? ഞാൻ തകർത്തത് നീ കണ്ടില്ലല്ലോ. എന്ത്? ആ MD ആക്ച്വലി നിന്നോട് പറയാൻ പറഞ്ഞു, നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ടുണ്ടെന്ന്. പുതിയ ലിസ്റ്റ് MD അയച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് നോക്കണേ. ഇത് നോക്കി, ഇത് കൊള്ളാല്ലേ? ഇത് കുഴപ്പമില്ല അല്ലേ? ഓക്കെ അല്ലേ? ഇതാണ് ഞാൻ മുഖത്ത് കാണാൻ ഉദ്ദേശിച്ചിരിക്കും. ഓക്കെ സാർ. ഇതാ നിങ്ങളുടെ കോപ്പി. ഓ താങ്ക് യു. പിന്നെ ഞാൻ ഇമെയിലും അയച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൊന്ന് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ സാർ, ബാക്കിയുള്ള പേയ്മെന്റ് ചെക്ക് ആയിട്ടാണ്, കുഴപ്പമില്ലല്ലോ? ഓക്കെ, വൈ നോട്ട്. എന്നാ സാർ? താങ്ക് യു. അതെ, ആക്ച്വലി ഇത്ര റേറ്റ് ആവാറുണ്ടോ വീഡിയോ ചെയ്യുന്നതിന്? അതെന്താ അങ്ങനെ ചോദിച്ചത്? ചുമ്മാ ചോദിച്ചതാണ്. അപ്പൊ ശരി. ഓക്കെ, താങ്ക് യു. കല്യാണത്തിന് കണ്ട കണ്ട നല്ല കപ്പിൾസ് അല്ലേ? അതല്ല, വർക്ക് ചെയ്ത് കൈ കൊടുത്ത ഉടനെ തന്നെ അവന്റെ തനി നിറങ്ങണ്ട. ഈ വീഡിയോ ചെയ്യാൻ ഇത്രയും പൈസ ആകുമോന്ന്. എന്നാ പിന്നെ ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് കാണിച്ചു കൊടുക്കാറുണ്ടല്ലോ. എന്തിന്? കറക്റ്റ്. എന്നാലും അവന്റെ മുഖത്ത് ഇതേ പുച്ഛം തന്നെയായിരിക്കും. എടാ, ആര് ചെയ്തു കൊടുക്കൂടാ ഇത്രയും കാശിന് നീ ചെയ്തു കൊടുക്കുന്ന പോലത്തെ വർക്ക്? വീട് അവരൊന്നും അത് ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നു. പോട്ടെ. ദൈവമേ, അവന്റെ അടുത്ത കല്യാണോ എനിക്ക് തന്നെ തരണേ. അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കും. പൊന്നു ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ പ്രാഗല്ലേ? അവൻ ആദ്യത്തെ കല്യാണം ഒന്ന് കഴിച്ചോട്ടെ. എനിക്കിതൊക്കെ പറഞ്ഞാ മതി. പരസ്യവും പരിപാടിയൊക്കെ ആയിട്ട് ഈ വഴിക്ക് അങ്ങ് പോകും. വലിയ ആളായി കഴിയുമ്പോ എന്നെയൊക്കെ തിരിഞ്ഞു നോക്കുക. ശരി, എന്റെ പെള്ളിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ തിരിഞ്ഞു നോക്കിയിരിക്കും. തിരിക്കല്ലേ, എനിക്ക് വലിയ ചിരിയൊന്നും വരുന്നില്ല. എടാ, ഇതിന്റെ ലോണിന്റെ പകുതി പോലും അടച്ചു തീർത്തിട്ടില്ല. ഇനി എന്നാണാവോ പച്ച പിടിക്കുന്നത്? നമ്മളെ ഒന്നും സഹായിക്കാൻ ആരും ഇല്ലല്ലോ. എന്റെ വിനോദേട്ടാ, നിങ്ങളിങ്ങനെ സെന്റി അടിക്കല്ലേ? നോക്ക്, നിങ്ങൾ എന്താച്ചാ പ്ലാൻ ചെയ്യും. ഞാൻ കൂടിയില്ലേ? ഈ പരസ്യവും പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് കുറെ നാളായല്ല. എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ നിപ്പില്ലേ? ആണാ? ആ, എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. പറ. എടാ, നമുക്ക് കുറച്ചും കൂടി കാശ് തടയുന്ന വലിയ വലിയ കല്യാണങ്ങൾ പിടിക്കണം. പിടിക്കാം. ഈ ഇടത്തരം കാശുള്ള തെണ്ടികളാണ് ഈ അത്താഴ പ്രശ്നക്കാരുടെ സ്വഭാവം കാണിക്കുന്നത്. പണക്കാരുടെയിലൊക്കെ കുറെ കാശുണ്ടോ? ആ, ഞാനും കേട്ടിട്ടുണ്ട്. അല്ല വിനോദേട്ടാ, നിങ്ങൾ ഇനി വലിയ കല്യാണമൊക്കെ പിടിക്കും, നമുക്ക് ചെയ്യാം. യെസ്, പക്ഷെ ചെയ്യുമ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ടൈപ്പ് കല്യാണങ്ങൾ നമ്മൾ പിടിക്കണം. അതായത് ഫഹദ് നസ്രിയ കല്യാണം പോലത്തെ കല്യാണം ചെയ്യാം. എന്നാ നീ കേട്ടോ, ഇവിടെ മലയാള സിനിമയിലെ ഒരു ഫേമസ് നടന് ഏതോ ഒരു പെൺകുട്ടിയുമായി ഇഷ്ടമുണ്ടെന്നും അവരുടനെ തന്നെ കല്യാണം കഴിക്കുമെന്നും എനിക്കൊരു ന്യൂസ് കിട്ടി. അതും എക്സ്ക്ലൂസീവ്. ബെസ്റ്റ്. നിങ്ങൾ വീണ്ടും പരദൂഷണം തുടങ്ങിയ? പോടാ, ഇത് സത്യസന്ധമായ രഹസ്യമാണ്. ഇനി ചോദിക്കൂ, ആരാണ് നടനെന്ന്? ഇനിയിപ്പോ ചോദിക്കണോ? എങ്കിലും നീ ചോദിക്ക. ആരാണ് നടൻ? ആര്? നിതിൻ തോമസ്. നിതിൻ തോമസോ? ചേട്ടൻ നിതിൻ തോമസിനെ മുട്ടാൻ പറ്റോ? എന്തേ? DH നിതിന് പറ്റിയ സ്ക്രിപ്റ്റ് ഉണ്ട്, ഒന്ന് കഥ പറയാനുള്ള ചാൻസ് കിട്ടും. അതേടാ, ഇവിടെ അമ്മായിമ്മയ്ക്ക് നെഞ്ചുവേദന, അതിനിടയ്ക്ക് അവന്റെ ചേട്ടൻ നിതിൻ തോമസിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കല്യാണം നടത്താം, പിന്നെ സിനിമ പിടിക്കാമല്ലോ. ആര്? DIG? ആ ചെറുക്കൻ എത്ര നാളെ ഇങ്ങനെ സിനിമ പിടിക്കുന്നു പറഞ്ഞ് അലഞ്ഞെരിഞ്ഞ് നടക്കുന്നത്. അതൊന്നും നടക്കുന്നത്. വിനോദേട്ടാ, എടാ, നീ ദേഷ്യപ്പെടാൻ വേണ്ടി അല്ല പറഞ്ഞത്. എടാ, ഈ നിതിൻ തോമസ് എന്നൊക്കെ ഭയങ്കര ജാടയാടാ. നമ്മുടെ പാവൻ DIG ഇങ്ങനെ സ്വഭാവമുള്ളവർ തന്നെ പുറകേക്ക് അലഞ്ഞെരിഞ്ഞാണെന്ന് വല്ലോ നടക്കുവോ? അതെ, അലഞ്ഞെരിഞ്ഞ് നടക്കാതെ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇതും കിട്ടും. കിട്ടും കിട്ടും കിട്ടും. എന്ത്? ഇന്ന് ഒരു മീറ്റിംഗ് കൂടെ ഉണ്ട്, അതിലൊരു ഹോപ്പുണ്ട്. ഇതെപ്പോഴും പറയണ കാര്യമല്ലേ? എടാ, എന്നാൽ പിന്നെ ഇനി മുതൽ മീറ്റിങ്ങിന് പോകുമ്പോൾ അളിയത് ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല കേട്ടാ. അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ നിനക്ക് ഇത്രയും വിഷമം ഉണ്ടാവില്ല. ഇതിപ്പോൾ ആകെ സ്ട്രെസ്ഡ് ആയിട്ട് നിന്നെ കണ്ട് അഴയെ കറുത്തിലുണ്ടാകെ ആവശ്യമായിട്ടുണ്ട്.
ഇത് ഒറിജിനൽ അല്ല, ഇത് ലക്കിയിട്ടത് മേക്കപ്പാണ്. ഒരാവശ്യം ലുക്ക് കിട്ടാൻ. ഇത് കണ്ടിട്ട് പ്രൊഡ്യൂസറുടെ മനസ്സലിഞ്ഞാലോ? ഇതിനാണ് ഈ ആവശ്യകരാരനെന്നൊക്കെ പറയുന്നത്. പിന്നെ അധികം വൈകാതെ പെൻഷൻ കിട്ടി തുടങ്ങും. ഈശ്വരായി പുച്ഛമുള്ളവൻ്റെ അടുത്ത ഓർഡർ വല്ല ജോസ് പ്രകാശം ചെയ്തിട്ട് അയാൾ ഇവനെ മുറിക്കകത്തിട്ട് പേടിപ്പിച്ചിട്ട് മുതലൊക്കെ ഇട്ട് വിടണേ. ഡാ, ഒരു ബിസിനസ് ഐഡിയ കണ്ട് സെറ്റായിട്ട് വരുന്നുണ്ട്. അതൊന്ന് ട്രാക്ക് ആയി കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടിയൊക്കെ വിടും. പിന്നെ നിൻ്റെ ഇവിടെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാറാടാ. എൻ്റെ പൊന്നു കൂട്ടുകാരൻ, നീ എന്ത് വേണമെങ്കിലും ട്രാക്ക് ആയിക്കോ. ജോലി വിടുന്ന കാര്യം മാത്രം പറയരുത്. അല്ലെങ്കിൽ നമുക്ക് 2 പേർക്കും ജോലി ഇല്ലെങ്കിൽ ആ വീട്ടിൽ പട്ടി വിലയായിരിക്കും. എന്നെ കൊണ്ട് പറ്റില്ല ഇനി വയസ്സുകാലത്ത് ജോലി അന്വേഷിച്ച് പോകാൻ. ഞാനൊരു പടം ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു കോടീശ്വരനാവട്ടെ.